UAE സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർ കരുതിയിരിക്കുക. സ്വദേശിവൽക്കരണം പാലിക്കുന്നുണ്ടോ എന്നറിയാൻ അധികൃതർ പരിശോധന കർശനമാക്കും. സ്വദേശി ജീവനക്കാരെ സോഷ്യൽ സെക്യൂരിറ്റി ഫണ്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതും ആവശ്യമായ സംഭാവനകൾ സ്ഥിരമായി നൽകുന്നതും ഉൾപ്പെടെയുള്ള മറ്റ് അനുബന്ധ കാര്യങ്ങൾ കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്നും മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പരിശോധിക്കും. സ്വദേശിവൽക്കരണ ലക്ഷ്യങ്ങൾ ഈ മാസം 30-നകം കൈവരിക്കണമെന്നാണ് കമ്പനികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ജൂലൈ 1 മുതൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. ഒരു UAE ദിർഹത്തിന് ഇന്നത്തെ വില 23 രൂപ 25 പൈസയാണ്. അമേരിക്കയിൽ കടബാധ്യതകൾ വർദ്ധിച്ചു വരുന്നതായി റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് മുന്നറിയിപ്പ് നൽകിയതോടെ US ഡോളറിന്റെ മൂല്യം അല്പം താഴ്ന്നെങ്കിലും ഇതിനും രൂപയുടെ മൂല്യം ഉയർത്താനായില്ല. പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിന് അയവ് വന്ന സ്ഥിതിക്ക് ഇനിയും രൂപയുടെ മൂല്യം ഇടിയാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ നിഗമനം. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പണമയക്കാൻ ഇത് അനുയോജ്യമായ സമയമായിരിക്കുമെന്നും അവർ വിലയിരുത്തുന്നു. എങ്കിലും ഭാവിയിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം 23 രൂപ 40 പൈസ വരെ താഴാൻ ഇടയുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്വർണം വാങ്ങാൻ വരട്ടെ, വില ഇനിയും കുറയുമെന്ന് വിദഗ്ധർ. US താരിഫ് നയത്തിൽ അയവ് വരുത്തിയതോടെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞതാണ് വില ഇടിവിന് പ്രധാന കാരണം. ദുബായിൽ സ്വർണം വില ഗ്രാമിന് 360 ദിർഹമായി തുടരുന്നുണ്ടെങ്കിലും ഇത് 350 വരെ എത്താൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് വിദഗ്ധർ. ഇത് പ്രതീക്ഷിച്ചു തന്നെ ഉപഭോക്താക്കളും കാത്തിരിക്കുന്നതിനാൽ വിപണിയിൽ തിരക്കും കുറവാണ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതിക്ക് ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. UAEയുടെ ആദ്യത്തെ എയർ ടാക്സി അബുദാബിയിൽ ഉടൻ സർവീസ് ആരംഭിക്കും. പൂർണ്ണമായും ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനമായ മിഡ്നൈറ്റിന്റെ പരീക്ഷണ പറക്കലുകൾ ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കുമെന്ന് ആർച്ചർ ഏവിയേഷന്റെ ജനറൽ മാനേജർ ഡോക്ടർ താലിബ് അൽഹിനായി അറിയിച്ചു. തങ്ങൾ അടുത്തിടെ അമേരിക്കയിലെ ജോർജിയയിൽ ഒരു നിർമ്മാണ കേന്ദ്രം തുറന്നതായും ഇതിന് ഓരോ വർഷവും 650 വിമാനങ്ങൾ വരെ നിർമ്മിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. UAEയിൽ അർദ്ധരാത്രിയിലും പുലർച്ചെയും മൂടൽമഞ്ഞിന് സാധ്യത. വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. അബുദാബിയിലും ദുബൈയിലും ഇന്ന് പുലർച്ചെ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെട്ടത്. വരും ദിവസങ്ങളിലും ഇത് തുടരാനാണ് സാധ്യത. കുവൈത്തിൽ താമസം മാറിയിട്ടും വിലാസങ്ങൾ പുതുക്കാത്തവർക്കെതിരെ കനത്ത നടപടി. രാജ്യത്ത് ഒരു വർഷത്തിനിടെ 12,500-ലധികം വ്യാജ വിലാസക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതായി അധികൃതർ അറിയിച്ചു. താമസം മാറുന്നവർ 30 ദിവസത്തിനകം പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ ഓഫീസിൽ പുതിയ വിലാസം രജിസ്റ്റർ ചെയ്യണം. സമയപരിധിയിൽ വിലാസം അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ 100 ദിനാർ പിഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് TB ക്ലിനിക്കിന് സമീപം സൗത്ത് കൊശാനി വീട്ടിൽ ബഹ്റബി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. പരേതനായ മുതിരമ്പറമ്പത്ത് കുഞ്ഞിക്കോയയുടെ ഭാര്യയാണ്. നിരവധി ബന്ധുക്കൾ ഗൾഫിലുണ്ട്. സൗദി അറേബ്യയിലെ ജിദ്ദയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശി മരിച്ചു. പാണ്ടിക്കാട് കാജ നഗറിലെ നസ്രുദ്ദീനാണ് മരിച്ചത്. 25 വയസ്സായിരുന്നു. ജിദ്ദയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്ന നസ്രുദ്ദീൻ ഓടിച്ചിരുന്ന മിനി ചരക്ക് ലോറി ട്രെയിലറിൽ ഇടിക്കുകയായിരുന്നു. ഷാർജ KMCC മനനൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ സ്നേഹാദരം എന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം മുഞ്ഞേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ അബൂബക്കർ, NP അബ്ദുൽ ഹമീദ് ഹാജി, KP കബീർ എന്നിവരെ ആദരിച്ചു. ഹജ്ജിന് പോകുന്ന മോഹസിൻ മുഹമ്മദിന് യാത്രയയപ്പ് നൽകി. നിസാം വാടാനപ്പള്ളി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഉസ്മാൻ വെട്ടുകാട് സ്വാഗതം പറഞ്ഞു. മുജീബ് തൃക്കണ്ണപുരം മുഖ്യാതിഥി ആയിരുന്നു. റഫീഖ് തുളുവഞ്ചേരി, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, സെയ്ദ് മുഹമ്മദ് തയ്യുദ് ചെറ്റുവ, നസീർ കുനിയിൽ, K ഷാനവാസ്, റോയൽ ഇക്ബാൽ, PT നസ്രുദ്ദീൻ, മോഹസിൻ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹസാൻ നജീബ് ഖിറാഅത്ത് നടത്തി. ഇർഷാദ് പാടൂർ നന്ദിയും പറഞ്ഞു. ഇനി പ്രവാസികൾ അറിയാൻ. UAEയിൽ ബാങ്കുകളിൽ മിനിമം ബാലൻസ് തുക കൂടും. കറന്റ് അക്കൗണ്ടുകളുടെ ഏറ്റവും കുറഞ്ഞ ബാലൻസ് 3000 ദിർഹത്തിൽ നിന്ന് 5000 ദിർഹമായി ഉയർത്താനാണ് തീരുമാനം. മിനിമം ബാലൻസ് പാലിക്കാത്ത ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 25 ദിർഹം ഫീസ് നൽകേണ്ടി വരും. സെൻട്രൽ ബാങ്കിന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് UAEയിൽ പ്രവർത്തിക്കുന്ന നിരവധി പ്രമുഖ ബാങ്കുകൾ വരുന്ന മാസം 1 മുതൽ പുതിയ മിനിമം ബാലൻസ് നടപ്പിലാക്കും. മറ്റു ബാങ്കുകളും ഉടൻ പുതിയ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് നിഗമനം. അപ്പോൾ മിനിമം ബാലൻസിന്റെ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇല്ലെങ്കിൽ വെറുതെ ഓരോ മാസവും 25 ദിർഹം അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കും.